നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന 4.25 സെൻറ്റ് സ്ഥലത്ത് 2125 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായ വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും കുറച്ച് ട്രഡീഷണൽ മോഡലും അതുപോലെ തന്നെ കണ്ടംപററി ഡിസൈനും എ ഫ്രെയിം റൂഫും കേബിൾ റൂഫും കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ടെറാക്കോട്ട മെറ്റീരിയൽസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് നല്ല മനോഹരമായ ഒരു എലിവേഷൻ തന്നെ ഈ ഒരു വീടിന് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു വീടാണ്. ഈ കാണുന്ന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വില്ല പ്രോജക്റ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പണി ചെയ്ത് തീർന്ന് ഏകദേശം വരുന്ന കുറച്ച് സൈറ്റുകളാണ് കേട്ടോ. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി വാക്കബിൾ ഡിസ്റ്റൻസിൽ പണി ചെയ്ത് തീർത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വട്ടിയൂർക്കാവ് കാവുംപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നല്ല എലഗൻറ്റ് രീതിയിലുള്ള ഒരു എലിവേഷൻ കാര്യങ്ങൾ തന്നെയാണ് ഈ വീടിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടേജ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വലിയ വീതിയുള്ള ഒരു എൻട്രൻസ് കാര്യങ്ങളും ഈ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളായാലും സുഖമായിട്ട് വീടിനകത്തോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു എൻട്രൻസ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള വലിയ ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ഒരു 3 അടുത്ത് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് ഈ ഒരു വീട്ടിൽ ബോർവെല്ലാണ് വന്നിട്ടുള്ളത്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ നമുക്ക് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ടെല്ലാം നല്ല വിശാലമേറിയ ഒരു സിറ്റൗട്ട്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ സിറ്റൗട്ടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സിറ്റൗട്ട് കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ട് നമുക്ക് ഇവിടെ ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. 6x13 ഡയമെൻഷനാണ് ഈ സിറ്റൗട്ടിൽ നമുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനെല്ലാം ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് ഈ ചുമര് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് ആണ്. അതിനുള്ള സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് നമുക്ക് കാണുന്നത് പോലെ തന്നെ നല്ല വലിയ ഒറ്റ പാളിയുള്ളൊരു ഡോറാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങൾ പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗമായാലും ഇൻറ്റീരിയർ ഭാഗമായാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ സ്പേസ് ആണിത്. നല്ല വിശാലമേറിയ സ്പേസ് ലിവിങ് ഏരിയയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ, നല്ല അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. 12x15 നമുക്ക് ഈ ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കോർണറിൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ്. ഫ്ലോറിങ് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ പാറ്റേണിലുള്ള വർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കാണ് ചെയ്തിട്ടുള്ളതും. അതുപോലെ എത്ര വലിയ ഒരു TV ആയാലും നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണുന്നത് പോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് TV യൂണിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വിത്ത് 2 സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് മാക്സിമം നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലോട്ട് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ പാനൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചുമര് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ മിററൊക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു വിൻഡോയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡോറോ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു കോർട്ട്യാർഡ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് സ്റ്റീൽ ബാർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ടെറാക്കോട്ട മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നല്ലൊരു കിടിലൻ പാർട്ടീഷൻ നമുക്കിവിടെ
ചെയ്തിട്ടുണ്ട്. അത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഡെക്കറേറ്റീവ് ആയിട്ട് ഉള്ള ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉൾപ്പെടെ നമുക്ക് വെച്ചാണ് ഈ ഒരു പാർട്ടീഷൻ നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഭാഗം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. 16x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഈ ചുമര് മുഴുവൻ നമുക്ക് പാനൽ വർക്കാണ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. നല്ല ഒരു മോഡേൺ രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡബിൾ ഹൈറ്റിൽ വരുന്ന നല്ല മനോഹരമായ ഒരു ഫൗണ്ടെയിൻ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡബിൾ ഹൈറ്റിലാണ്. മുകളിൽ നമുക്ക് ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ വന്നിട്ട് രാവിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഗ്ലാഡിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്പേസിൽ തന്നെ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകാം. കിച്ചണിൻ്റെ ഭാഗം നമുക്ക് എൻട്രൻസ് എല്ലാം നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വീണ്ടും ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ഒരു എൻട്രൻസ് ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഉള്ളിലോട്ട് കടക്കുമ്പോഴത്തേക്കും കിച്ചൺ പ്ലസ് നമുക്ക് വർക്ക് ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇതെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കിച്ചൺ മാത്രം നമുക്കൊരു 12x12 ഡയമെൻഷൻ വരുന്ന ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് തീർത്തിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട് കേട്ടോ. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു മോഡൽ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ചെയ്തേക്കുന്നത്. വർക്ക് ഏരിയ നമുക്ക് അത്യാവശ്യം നല്ല മോഡേൺ രീതിയിലുള്ള വർക്ക് ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ആ ഒരു വർക്ക് ഏരിയ ഭാഗത്തോട്ടാണ് നമുക്ക് ചിമ്മിനിയും അതുപോലെ തന്നെ ഹോബും വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു ഭാഗം കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 4 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കിയുള്ളത് 3 നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുമാണ് വരുന്നത്. ഇപ്പം നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വിശാലമേറിയ സ്പേസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ്. 16x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു സ്പേസ്. നമുക്ക് നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു ചുമരും അതുപോലെ പാനൽ വർക്കും കാര്യങ്ങളും സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു കോർണറിൽ കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാത്റൂം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സ്റ്റേഴ്സുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഹാൻഡിൽസ് എല്ലാം ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത്. സ്റ്റേഴ്സ് എല്ലാം നമുക്ക് നല്ല അടിപൊളി ടൈൽസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു നല്ല ഹൈറ്റിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫർഗോള മോഡൽ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഫോൾ സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്താണ് അത് നമുക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ തീർത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി നമുക്ക് നേരെ മുകളിൽ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ് നമുക്ക് എത്തുന്നത്. എൽ ഷേപ്പിൽ വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് വരുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും ഔട്ടും കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഇത് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു യൂണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു TV യൂണിറ്റ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ സ്പേസ്. നമുക്ക് നേരെ വേണ്ട ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ളൊരു ചുമരാണ് നമുക്കിവിടെ വരുന്നത്. 16x14 ഡയമെൻഷൻ ഈ ഒരു റൂം സ്പേസിൽ നമുക്ക് വരുന്നുണ്ട്. ഓൾ റൂംസ് എല്ലാം നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്.
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ റൂം സ്പേസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റൂമാണ്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ റൂമിലെ ഫോൾ സീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഈ ഒരു റൂമിൽ തന്നെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ 2 ബാൽക്കണി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ്. അപ്പോൾ ഈ അത് നമ്മളിപ്പോൾ കണ്ട റൂമിലാണ്. റൂമിൽ നിന്നാണ് ആ ഒരു ബാൽക്കണിയിലോട്ട് വരാനുള്ള സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷായിട്ട് തീർത്തിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹാൻഡിൽസും അതുപോലെ സ്റ്റീലിലെ ഹാൻഡിൽസും ഗ്ലാസ് വർക്കുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ കവറപ്പാക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. വീടിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ് നമുക്ക് വരുന്നത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല ഒരു കുഞ്ഞൻ അടിപൊളിയായിട്ടുള്ള വാൾഡ്രോബ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കി കൊടുത്തേക്കുന്നത് കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിൽ നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഈ വീടിൻ്റെ ഈ ഒരു റൂമിൽ വരുന്ന ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് വരുന്ന ഒരു ബാൽക്കണിയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സർക്കുലർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി തീർത്തിട്ടുള്ള ഒരു ബാൽക്കണി കൂടെയാണ് ഇത്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ 2 റൂംസിന് നമുക്ക് 2 ബാൽക്കണി ആയിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2125 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത മെയിൻ ബസ് റൂട്ട് 400 മീറ്റർ മാത്രം മാറി വട്ടിയൂർക്കാവ് കാവമ്പുറത്ത് എന്നുള്ള സ്ഥലത്ത് പണി ചെയ്തെടുത്ത നല്ല മനോഹരമായ വീടാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 88 ലക്ഷമാണ്. 88 lakhs ആണ് നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്കൊരു ഫെയർ വാല്യൂ പ്രൈസ് തന്നെയാണ് നമുക്കിത് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വീടിനെ കുറിച്ചുള്ള പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.